ഇറാനെ എല്ലാ രീതിയിലും തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതായത് സാമ്പത്തികമായും സൈനികമായും എല്ലാം. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഖാർഗ് ദ്വീപിന് നേരെയുണ്ടായ ആക്രമണം ആഗോളതലത്തിൽ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും ഇതിനോടൊപ്പം തന്നെ ശക്തമാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ഈ തന്ത്രപ്രധാന ദ്വീപ് ലക്ഷ്യമിട്ടതിലൂടെ വലിയൊരു സാമ്പത്തിക പ്രഹരമാണ് ഇസ്രായേൽ US സഖ്യം ലക്ഷ്യമിടുന്നത്. നിലവിൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയെങ്കിലും വരും ദിവസങ്ങളിൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് എണ്ണ വിപണിയെ കൂടി ആശങ്കയിലാഴ്ത്തുന്നതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമൈനിക്ക് പരിക്കേറ്റെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നതോടെ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറിമറിയുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയിലൂടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടില്ലെന്നും, എന്നാൽ അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ തങ്ങൾ ആക്രമിക്കുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയ ഭാഗമാണ് ഈ ചെറു പവിഴപ്പുറ്റ് ദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിൽ ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത്. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. ഒരു ദിവസം 70 ലക്ഷം ബാരലുകൾ ലോഡ് ചെയ്യാനുള്ള ശേഷി ഈ ദ്വീപിലെ സംവിധാനങ്ങൾക്കുണ്ട്. അവിടെ നിന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് കപ്പലുകൾ പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ ദ്വീപ് എതിരാളികൾ കരസ്ഥമാക്കിയാൽ ഇറാന്റെ സാമ്പത്തിക നില വലിയ തകരാറിലാകും. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. 8000-ലധികം ജനസംഖ്യയുള്ള ഖാർഗ് എന്ന നഗരം മാത്രമാണ് ഇവിടുത്തെ ജനവാസ കേന്ദ്രം. ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് ഇവിടെ കനത്ത ബോംബിംഗ് നടത്തുകയും അത് കാരണം ഇവിടുത്തെ എണ്ണ കയറ്റുമതി ടെർമിനലുകൾ നശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ ഇവിടെ നിർമ്മാണം നടത്തി പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കിയെടുത്തു. ചരിത്രകാലങ്ങളിൽ മുത്തുഖനനത്തിനും വ്യാപാരത്തിനും ദ്വീപ് പേരെടുത്തിരുന്നു. വരണ്ട ദ്വീപാണെങ്കിലും ഇവിടെ ശുദ്ധജല സ്രോതസ്സുകൾ വ്യാപകമായി തന്നെയുണ്ട്. ചരിത്രകാലത്ത് തന്നെ മനുഷ്യർ ഇവിടം താമസത്തിനായി തെരഞ്ഞെടുക്കാൻ ഇതൊരു കാരണമായെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. കടലാമകൾ, ഓസ്പ്രി, ദേശാടന കിളികൾ, ഞണ്ടുകളും കൊഞ്ചുകളും ഉൾപ്പെടെയുള്ള കടൽ ജീവികൾ എന്നിവയുമൊക്കെ ദ്വീപിന് ചുറ്റുമുള്ള കടലോര മേഖലയിലുണ്ട്. ഈന്തപ്പനകൾ, ഫിഗ് തുടങ്ങിയ മരങ്ങളും നാരങ്ങ ഇനത്തിലുള്ള ചെടികളും മുന്തിരിവള്ളികളും എല്ലാം ഇവിടെ തളർത്ത് കിടക്കുന്നുണ്ട്. ദ്വീപിന് ചുറ്റും പവിഴപ്പുറ്റുകളാണ്. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമനിയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മുസ്തഫ ഖമനിക്ക് പുറമെ ഇറാൻ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിലെ പ്രധാന നേതാക്കളുടെ പേരുകളും പട്ടികയിലുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന് പരിക്കേറ്റെന്ന് നേരത്തെ US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞിരുന്നു. എന്തായാലും പശ്ചിമേഷ്യ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിലേക്കാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് വെറുമൊരു ആക്രമണമായി മാത്രം കണ്ടാൽ പോരാ, ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതുകൂടി ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിലുണ്ടെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഒരു യുദ്ധമാവുമ്പോൾ ധാരാളം സാമ്പത്തികം ആവശ്യമാണ്. എല്ലാ യുദ്ധത്തിനും പ്രധാനമായിട്ട് വേണ്ടുന്ന 2 കാര്യങ്ങളാണ് സാമ്പത്തികവും സൈനികവുമായ കാര്യങ്ങൾ. ഇതുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ഹൃദയത്തിന്മേലാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. വെറുമൊരു ദ്വീപിനേക്കാൾ ഉപരിയായി ഇറാന്റെ അസ്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ് ഖാർഗ് ദ്വീപ്. 1980-കളിലെ ഇറാഖ് യുദ്ധകാലത്തെ സമാനമായ ഭീഷണിയിലൂടെയാണ് ഈ പ്രദേശം വീണ്ടും കടന്നു പോകുന്നത്. മുസ്തഫ ഖമനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ തകർക്കാൻ കൂടിയാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഖാർഗ് ദ്വീപിന് നേരെ പൂർണ്ണതോതിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് ഇറാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് മാത്രമല്ല, ആഗോളതലത്തിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നയിക്കും. നയതന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പവിഴപ്പുറ്റുകളുടെ ഈ മനോഹരമായ ദ്വീപ് വൻ ശക്തികളുടെ പോർവിളിക്കിടയിൽ ഒരു വലിയ ദുരന്ത ഭൂമിയായി മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല.